നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അടിയനിലും ശ്രോതാക്കളിലും പരിശുദ്ധാത്മാവ് ആവസിച്ച് ദൈവം തരുന്ന ആ വാക്കുകൾ ധ്യാനിക്കാനും ചിന്തിക്കാനും പഠിക്കാനും അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ വാക്കുകളെ തരണമേ. അർത്ഥതലങ്ങളിലേക്ക്, ആഴമായ ചിന്തകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിന്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി കയറി ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ, സ്വർഗഭാഗ്യത്തിന് ഞങ്ങൾ അവകാശികളാണല്ലോ. നീ ഞങ്ങളെ അങ്ങനെ എടുത്ത് നിൻ്റെ മക്കളാക്കിയിരിക്കുകയാണല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തട്ടെ. ജീവിത പരിവർത്തനവും കർത്താവിനുള്ള ആശ്രയവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇടയാകട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസോസിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്ന് 19 മുതലുള്ള വാക്യങ്ങളാണ്. 18 വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചു. 19ൻ്റെ വാക്യം ഞാൻ വായിക്കുകയാണ്. അതുവഴി അവൻ്റെ പ്രാപപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രത്തോളമെന്ന് വ്യക്തമാകട്ടെ. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധി നമ്മൾ മനസ്സിലാക്കണം. അതിന് ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് അത് മനസ്സിലാക്കുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന് നമുക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത്. തുടർന്ന് പൗലോസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അപരിമേയമായ ആ ശക്തി, നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് പൗലോസ് നമ്മളോട് പറയുകയാണ്. 1:19 നമ്മൾ വായിച്ചത്. അവൻ്റെ ആ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. അവൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാത്തിനും ശക്തനാണല്ലോ. അതിനപ്പുറത്തൊരു ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ അവൻ്റെ ശക്തി എന്നുള്ള ഒരു ഫ്രേസ്, ആ പ്രയോഗം ഇവിടെ നമ്മൾ കാണുന്നു. അതുപോലെ എഫേസോസ് 3:7 അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അവിടെ മാത്രമേ അവൻ്റെ ശക്തി എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കാണുന്നുള്ളൂ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിന് എന്താണ് കഴിയാൻ വയ്യാത്തത്? സകലതും 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 ദൈവത്തിന് കഴിയും. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ അത് നമുക്ക് ലഭിക്കും. അത് ചെയ്തു തരാൻ കർത്താവിന് ശക്തിയുണ്ട്. ഒരു രോഗി വന്ന് പ്രാർത്ഥിച്ചില്ലേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എനിക്ക് മനസ്സുണ്ടോന്നു? എനിക്ക് മനസ്സുണ്ട്. ശക്തിയുണ്ടല്ലോ. അതിലൊരു സംശയവും നമുക്ക് വരേണ്ട കാര്യമില്ല. സങ്കീർത്തനം 110:1 പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദത്തിൻ്റെ പീഠത്തിൽ ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. യേശു ക്രിസ്തുവിന് എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നാണ് സങ്കീർത്തകൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 29:12 പറയുന്നു, സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുകയും ചെയ്യുന്നു.
അങ്ങേക്ക് സകലതും അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതരുമാക്കുന്നതും അങ്ങാണ്. പിന്നെ വേറെ എങ്ങോട്ടും നമ്മൾ പോകണ്ട. എന്തെങ്കിലും ശക്തിയോ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാവേണ്ട ഒരു ശക്തിയാണ്, വ്യക്തിയാണ് യേശു ക്രിസ്തു. അവൻ ദൈവമാണ്, സകല ശക്തി അവനിലിരിക്കുന്നു. അങ്ങോട്ടങ്ങ് ചെന്നാൽ മതി, നമുക്ക് ലഭിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് വേണ്ട. ജോബ് പറയുന്നു 26:12, അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്ത് കളഞ്ഞു. മത്തായി 19:26 യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മത്തായി 19:26. മനുഷ്യർക്ക് അസാധ്യമാണ്. ഇനി മനുഷ്യൻ എന്തെങ്കിലും ചെയ്താലും അത് ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് കൃപയാൽ നമ്മൾ പ്രാപിക്കുന്ന ആ പ്രത്യേക കൃപാവരം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ല നമ്മുടെ ശക്തി കൊണ്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മൾ ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ കുറച്ച് കാര്യങ്ങൾ സാധ്യമാണ്, മറ്റതൊക്കെ വേറൊരാൾ വന്ന് ചെയ്യട്ടെന്നൊന്നുമല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ദൈവത്തിന് അസാധ്യമായതൊട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ 20-ാമത്തെ വാക്യത്തിലോട്ട് കയറുകയാണ്. 1:20. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്തെ ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. കർത്താവിൻ്റെ ശക്തി ചെറിയ ശക്തിയല്ല. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ആ ശക്തി, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. മനുഷ്യരിലും ഈ ക്രിസ്തു തലയായിരിക്കുന്ന സഭയിലും ദൈവത്തിൻ്റെ ഈ ശക്തി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും ശക്തി കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ശക്തി എല്ലായ്പ്പോഴും നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല ഒരു കാലത്ത് ഒരു ശക്തി പ്രകടിപ്പിച്ചു നിർത്തി എന്നല്ല. ആ ശക്തി എപ്പോഴും എല്ലാ ക്രിസ്ത്യ വിശ്വാസികളിലും, എല്ലാ സർവ പ്രപഞ്ചത്തിലെ സകല ജീവികളുടെ മേലും, ക്രിസ്തീയ സഭയിലും, ക്രിസ്തീയ സഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ തല ക്രിസ്തുവാണല്ലോ, അവിടെയെല്ലാം ഈ ശക്തി എപ്പോഴും അങ്ങനെ പ്രവർത്തന നിരതമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെളിപാടിൻ്റെ 5:12 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉച്ചസ്വരത്തിൽ അവർ എന്ന് പറഞ്ഞാൽ മാലാഖമാരാണ് ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സേവിക്കുവാൻ യോഗ്യനാണ്. അവൻ കൊല്ലപ്പെട്ട കുഞ്ഞാടാണ്. നമുക്ക് പകരമായി അവൻ മരിച്ചവനാണ്, ബലിയർപ്പിക്കപ്പെട്ടവനാണ്. അവനെല്ലാത്തിനും യോഗ്യനാണ്. എന്തിനെല്ലാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ശക്തി, ധനം, ജ്ഞാനം, ആധിപത്യം, ബഹുമാനം, മഹത്വം, സ്തുതി, എല്ലാത്തിനും അവൻ യോഗ്യനാണ്. മാലാഖമാർ പ്രകീർത്തിക്കുകയാണ്. യേശുവിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് കുറേ കാലത്തേക്കൊന്നുമല്ല, നിത്യമായതാണ്. അവൻ്റെ ആധിപത്യം നിത്യമായതാണ്. യേശയ്യ പ്രവാചകൻ 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച്, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും
അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും നിസ്സീമവുമാണ്. ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. പറഞ്ഞ കാര്യം നടക്കാതെ പോകത്തില്ല, അത് നിറവേറ്റും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനെക്കുറിച്ച് യേശയ്യാ പ്രവചിച്ചിരിക്കുകയാണ്, നിറവേറ്റും. ആരാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവന് വിസ്മേനീയനായ ഉപദേഷ്ടാവാണ്, ശക്തനായ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് യേശയ്യാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശക്തനായ ദൈവമാണ്, നിത്യനായ പിതാവാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്. അവനിവിടെ വരും നമ്മുടെ കൂടെ താമസിക്കാൻ. അത് യേശയ്യാ പറഞ്ഞിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ രാജാവാണെന്നുകൊണ്ട് ഓർക്കണം. നമുക്ക് ഇന്ന് വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാര്യമായി ഈ സമാധാനം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ രാജ്യത്തിൽ, ഈ ഭൂമിയിൽ സമാധാനം ഇല്ലാതെ പോവുകയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ആ സ്ഥാപിക്കുവാൻ കഴിവുള്ളവൻ അവൻ യേശു ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമുക്ക് വേണ്ടി ഇവിടെ ജനിച്ചവനാണ് എന്ന് നമ്മൾ ഓർത്തോണം. അവനോടൊന്ന് പറഞ്ഞാൽ മതി, ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരും, ഈ രാജ്യത്ത് വരും, ഈ ഭൂമിയിൽ വരും. യേശുവിൻ്റെ ഈ ആധിപത്യം എന്ന് പറയുന്നത് സാർവത്രികമാണ്. സക്കറിയ പ്രവാചകൻ 9:10 ഇങ്ങനെ പറയുന്നു, അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. ഒരു ചെറിയ രാജ്യമെടുത്ത് ഭരിക്കാമെന്നല്ല, സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും അവൻ്റെ ആധിപത്യമായിരിക്കും. ഇതെല്ലാം അവൻ്റെ കയ്യിലാണ്, അവൻ്റെ ആധിപത്യത്തിലാണ്. യേശുവിൻ്റെ ആധിപത്യം പ്രകൃതിയുടെ മേൽ ഉണ്ട്. മത്തായി 8:26-27 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവനാര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ശിഷ്യന്മാരെ കടലിൽ ബോട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കാറ്റടിച്ച് വലിയ പ്രശ്നമായി, ഇപ്പം ഞങ്ങൾ മരിച്ചു പോകുന്നൊക്കെയായി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റും അടങ്ങി, തിരമാലകളും ശാന്തമായി, സ്വസ്ഥതയായി. ഇത് അവന് കഴിയും. പ്രകൃതികളുടെ മേൽ അവന് ശക്തിയുണ്ട്. കാറ്റ് അവൻ്റേതല്ലേ, അടങ്ങ കാറ്റെന്ന് പറഞ്ഞാൽ അവിടെ അടങ്ങും. സമാധാനമുണ്ടായി. അവർ ചോദിക്കും, ഇവനാര്? നമ്മൾ അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഇവനാര്? ദൈവം നമ്മോടുകൂടെ, എല്ലാം അവൻ്റെ അല്ലേ. ഇവനാരെ എന്ന് നമ്മൾ ഭയന്ന് വിഷമിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെ. ഒരു കാര്യം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോണം, വലിയ ശാന്തതയുണ്ടാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, സമാധാനമില്ലായ്മ, അസ്വസ്ഥമായ ഹൃദയങ്ങൾ, അസ്വസ്ഥമായ കുടുംബങ്ങൾ, അസ്വസ്ഥമായ രാജ്യങ്ങൾ, സമാധാനമില്ലാത്ത ഒരു ലോകം. കർത്താവ് അടങ്ങുക എന്ന് പറയുമ്പോൾ അടങ്ങുന്ന ശക്തി, അതാണ് അവൻ്റെ ശക്തി. അവനെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിച്ചാൽ ശാന്തതയുണ്ടാകും, സമാധാനമുണ്ടാകും. യേശുവിന് സഭയുടെ മേൽ അധികാരമുണ്ട്. എഫേസ്യോസ് 1:22 പറയുന്നുണ്ട്, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിൻ്റെയും മുകളിൽ അവനെ അധിപനായി ഇരുത്തുകയും ചെയ്തു. അവനെ തലവനായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് വാചകം പറയുന്നു. എല്ലാത്തിൻ്റെയും മുകളിൽ, ഭൂമിയുടെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേലും മാത്രമല്ല, സ്വർഗീയമായ എല്ലാ ശക്തികളുടെ മേലും അവന് അധികാരമുണ്ട്. 1 പത്രോസ് 3:22 യേശു ക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും
അധികാരങ്ങളും ശക്തികളും അവിടുത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൂതന്മാർ എല്ലാം അവൻ്റെ കീഴില്ല. എല്ലാ സ്വർഗീയ ശക്തികളുടെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. നമുക്ക് 21 വാക്യത്തിലേക്ക് കയറാം. 21 വാക്യം: അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. യേശു ക്രിസ്തു സകലത്തിൻ്റെയും മുമ്പനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു, ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്ന് ഉള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അപ്പം യേശുക്രിസ്തുവിന് ഉപരിയായിട്ട് വേറെ ഒന്നുമില്ല. അവനെല്ലാവർക്കും ഉപരിയാണ്. ഒരു കാര്യം കൊണ്ട് ആ വാചകത്തിൽ യോഹന്നാൻ നമ്മളോട് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഉള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ നിന്നുള്ളവരെ അവർക്ക് സംസാര വിഷയം ഭൗമിക കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഒരു ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ സംസാരിക്കുന്നു. ദൈവം നമുക്ക് സംസാര ശക്തി തന്നിരിക്കുകയാണല്ലോ. ജ്ഞാനം തന്നു, അറിവ് തന്നു. നമ്മളതൊക്കെ പങ്കുവെക്കുകയാണ്, ആൾക്കാരോട് പറയുകയാണ്. പക്ഷെ നമ്മുടെ സംസാര വിഷയം എന്താണ്? ഭൗമികരായവർ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം, നമ്മളുടെ വിഷയം ഏതാണ് സംസാരിക്കുന്നത്? എല്ലാം ഈ ഭൗമിക കാര്യങ്ങളെക്കുറിച്ചാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറും ഭൗമികർ മാത്രമായി മാറി. ആത്മീയരായി കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൗമിക കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവന് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം. നമ്മളെ തന്നെ പരിശോധിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. റോമർ 14:19 മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവ് എല്ലാവരുടെയും കർത്താവാണ് യേശു ക്രിസ്തു. അവൻ മരിക്കുകയും ചെയ്തു, പുനർജീവിക്കുകയും ചെയ്തു. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പുനർജീവിക്കുന്നവരുടെയും എല്ലാം കർത്താവ് ആയിരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ മരിച്ചതും പുനർജീവിച്ചതും. മരിച്ചില്ലാതായി പോകുന്ന ദൈവമല്ല, അവൻ പുനർജീവിച്ചു. അതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി. യേശു പുനർജീവിച്ചു, ഉയർത്തെഴുന്നേറ്റ് വന്നു. അവൻ്റെ ദൈവത്വത്തെ വ്യക്തമാക്കുന്ന ആ ഒരു കാര്യം കൂടാ യേശുവിൻ്റെ പുനരുത്ഥാനം. കൊളോസോസ് 1:18 പൗലോസ് എഴുതിയിരിക്കുക, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സും അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. പ്രഥമസ്ഥാനീയൻ അവൻ തന്നെയാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ മനുഷ്യൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മനുഷ്യനായിട്ട് അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിലും അവൻ പ്രഥമ സ്ഥാനീയനായി എന്ന് നമ്മൾ ഓർക്കണം. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും, പക്ഷെ മരിക്കാതാണ് എടുക്കപ്പെട്ടത്. ഹാനോക്ക് എടുക്കപ്പെട്ടു, മരിച്ച ഉയർത്തെഴുന്നേറ്റ അങ്ങനെ പ്രഥമസ്ഥാനീയനായവൻ
യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, എല്ലാം നമുക്കെടുത്ത് കഴിക്കാനല്ല. എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. കൊളോസോസ് 1:16 പറയുന്നു, അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്താ എൻ്റെയാണ്, എൻ്റെ ഭൂമിയാണ്, എൻ്റെ ഭൂമിയിൽ നിൽക്കുന്ന തേക്കുമരമാണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെടേണ്ട. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. കൊളോസോസ് 2:10-11 വാക്യങ്ങളിൽ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. നമ്മളും ക്രിസ്തുവിൽ പൂർണ്ണരാക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ ആരാണ്? എല്ലാത്തിൻ്റെയും ശിരസ്, ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സാണവൻ. ആ ശിരസിനോട് നമ്മളെ ചേർത്ത് നമ്മൾ പൂർണ്ണരാക്കപ്പെട്ടിരിക്കുകയാണ്. അവനിൽ നമ്മൾ പരിച്ഛേദനവും സ്വീകരിച്ചിരിക്കുന്നു. യഹൂദ വിധിപ്രകാരമുള്ളൊരു പരിച്ഛേദനത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനെ പ്രതി ഈ ലോക സംബന്ധമായി നമ്മൾ മരിച്ചവരാകുന്നു. അതാണ് പരിച്ഛേദനം, ഹൃദയ പരിച്ഛേദനം എന്ന് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയം പരിച്ഛേദനം ചെയ്തിരിക്കണം. ഒരു പുതിയ ജീവൻ നമ്മൾ പ്രാപിച്ചിരിക്കണം. ഇതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അവനിൽ നമ്മൾ പരിച്ഛേദന കർമ്മവും നടത്തിയിരിക്കുന്നു. ബാഹ്യമായ ശരീരത്തിലെ ഒരു അടയാളത്തിൻ്റെ കാര്യമല്ല, ഹൃദയത്തിൽ ഒരു മാറ്റം വന്ന് ആത്മാവിലൊരു പുതിയ ജീവൻ പ്രാപിച്ച് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശു ക്രിസ്തുവിൻ്റേത്. യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാൻ ബൈബിളിൽ ധാരാളം പേരുകളുണ്ട്. എല്ലാം ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ഏതാനും പേരുകൾ ഞാനൊന്ന് വായിക്കാം, പറയുന്നതാണ്. 1, അത്ഭുതം. യെശയ്യാ 9:6. യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്ഭുതമെന്നല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുമോ? 2, അത്യുന്നതൻ്റെ പുത്രൻ. ലൂക്കോസ് 1:32. 3, അധിപൻ. യെശയ്യാ 55:4. 4-ാമത്തെ കാര്യം, അവൻ അവകാശി, എല്ലാത്തിൻ്റെ അവകാശി അവനാണ്. ഉൽപ്പത്തി 49:10. 5-ാമത്തെ പേര് അവസാനത്തെ ആദം. 1 കൊരിന്ത്യർ 15:45. 1-ാമത്തെ ആദം ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദം. അവസാനത്തെ ആദം യേശു ക്രിസ്തു. ഏത് രീതിയിൽ മനുഷ്യൻ പൂർണ്ണനാകണോ, പെർഫെക്റ്റ് ആയിരിക്കണോ എന്ന് ഉള്ള ദൈവ നിശ്ചയപ്രകാരം അതുപോലെ പൂർണ്ണത ഉള്ള ഒരു മനുഷ്യനൂടെ ആയിത്തീർന്നു യേശു ക്രിസ്തു. അവൻ അവസാനത്തെ ആദം എന്ന് വിളിക്കപ്പെടുന്നു. 6-ാമത്തെ പേര് ആദിയും അന്തവും. വെളിപാടിൻ്റെ 1:8 പറഞ്ഞിട്ടുണ്ട്. 7, ആമേൻ. വെളിപാട് 3:14 പറഞ്ഞിട്ടുണ്ട്. 8, ഇടയനും പാലകനും. 1 പത്രോസ് 2:25 പറയുന്നു. 9, ഇടയന്മാരുടെ തലവൻ. 1 പത്രോസ് 5:4. നമുക്ക് ഒരു ഇടയൻ, ശ്രേഷ്ഠനായ ഇടയൻ, അത് യേശു ക്രിസ്തുവാണ്. 10, ഇമ്മാനുവേൽ. യെശയ്യാ 7:14. വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ പേരിട്ടു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇതാരാണ്? മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, കടലിനെ ശാന്തമാക്കിയപ്പോൾ അവർ സംശയിച്ചു, ഇവനാര്? ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതാണ് യേശു ക്രിസ്തു, ഇമ്മാനുവേൽ. എല്ലാ പേരും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ 22-ാം വാക്യത്തിലേക്ക് കിടക്കുകയാണ്. 22,
അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭയുടെ തലവനായിട്ട് യേശു ആണ്. സങ്കീർത്തനം 8:6 അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവനെ ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. ഈ സങ്കീർത്തനത്തിലെ ആദത്തിൻ്റെ മഹത്വത്തെയാണ് സങ്കീർത്തനം കൊണ്ടാടുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, ആദ്യത്തെ ആദത്തിനെ സൃഷ്ടിച്ചിട്ട് എല്ലാം അവൻ്റെ കീഴിലാക്കി എന്നുള്ളതാണ്. അതാണ് സങ്കീർത്തനം ഈ വാക്യത്തിൽ ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സൃഷ്ടികളുടെ മേൽ അവന് ആധിപത്യം കൊടുത്തുവല്ലോ. പുതിയ മനുഷ്യവർഗത്തിൻ്റെ തലയായ ക്രിസ്തു പുതിയ ആദം ആണ്. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും മേൽ, ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനാണ് ആദത്തോട് ഹവ്വായോടും ദൈവം പറഞ്ഞത്. മനുഷ്യന് നൽകിയ ഈ ചുമതല ക്രിസ്തു നിറവേറ്റി. ആദത്തോടും ഹവ്വായോടത് പറഞ്ഞെങ്കിലും പരാജയപ്പെട്ടു പോയി. നിവർത്തിച്ചത് യേശു ക്രിസ്തുവാണ്. പുതിയ മനുഷ്യവർഗത്തിൻ്റെ തലയാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ പ്രവചനം, ആ പറഞ്ഞത് പൂർണ്ണമായിട്ടും നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാകുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. അവൻ എല്ലാത്തിൻ്റെയും മേളിൽ മഹത്വവും ബഹുമാനവും ആ കിരീടമാണ് യേശു ക്രിസ്തു തലയിൽ വച്ചിരിക്കുന്നത്. 23-ാമത്തെ വാക്യം: സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയും ആണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. സഭയെന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്. സഭയെ സംബന്ധിച്ച പല രീതിയിൽ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദേവാലയമാണ് ദൈവം വസിക്കുന്ന, നമ്മൾ സജീവ ശിലകളാണ്, അങ്ങനെ ദേവാലയമായിട്ട് പറയും. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ സഭയെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശരീരം എന്നുള്ള നിലയിലാണ്. ആ ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യമായ ഈ ലോകത്തിലെ സാർവത്രിക സഭയുടെ അദൃശ്യ നേതാവും തലവനുമായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു. എഫേസ്യസ് 4:10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇറങ്ങിയവൻ തന്നെയാണ്. യേശു ക്രിസ്തുവാണല്ലോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനും. ദൈവം ക്രിസ്തുവിനെ പൂരിതമാക്കുകയും ക്രിസ്തുവിൽ കൂടി സഭയെയും പ്രപഞ്ചത്തെയും പൂരിതമാക്കുകയും ചെയ്യുന്നു എന്നും ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ഉണ്ട്. കൊളോസോസിൻ്റെ 1:19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്തെന്നാൽ അവനിൽ യേശുക്രിസ്തുവിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. സർവസമ്പൂർണതയും യേശുക്രിസ്തുവിൽ വസിക്കണം. അടുത്തത് കൊളോസോസ് 2:9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ യേശുക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു, ദേഹരൂപമായി തീർന്നിരിക്കുന്നു. ചിലരെ വിചാരിക്കും യേശുക്രിസ്തു രണ്ടാമത്തെ പിതാവ് ഒന്ന്, അതിനെക്കാട്ടി അടുത്ത പടി താഴെ ഇരിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ
ഒരു ഭാഗം മാത്രമല്ല, പൂർണ്ണത മുഴുവൻ യേശുക്രിസ്തുവിൽ ദേഹരൂപമായിരിക്കുന്നു. ദേഹരൂപമായി നമ്മൾ കാണുന്ന യേശുക്രിസ്തു ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനുമാണ്. അവൻ ദേഹരൂപമായിരിക്കുകയാണ്. ഒരു ഭാഗം മാത്രം ഇങ്ങനെ ആയി മനുഷ്യനായിട്ട് വന്നതെന്നും അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. പരിപൂർണത, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ദേഹരൂപമായി ഇവിടെ ഇരിക്കുന്നു. ക്രിസ്തു സഭയുടെ തലയാണെന്ന് ഓർക്കണം. കൊളോസോസ് 2:19 ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടി ഇണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. അതാ ക്രിസ്തുവാണ് ശിരസ്. എല്ലാം അതിലോട്ട് ചേർക്കപ്പെടണം, കൂട്ടി ഇണക്കപ്പെടണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ വളർച്ച, പൂർണ്ണ വളർച്ചയുണ്ടാകുന്നത്. ചിലർക്ക് ഈ തലയോട് കൂട്ടിച്ചേരാൻ ഒരു പെട്ടെന്നൊരു വിഷമം. അതുകൊണ്ട് വേറെ ആരെങ്കിലും കൂട്ടുകാരുണ്ടോ, വേറെ ആരെങ്കിലും ഇടയ്ക്ക് നിൽക്കുന്നവരുണ്ടോ എന്ന് നോക്കി അവരുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാമെന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തലയോട് ചേർന്ന് നിൽക്കണം, അതുമായിട്ട് ബന്ധപ്പെടണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത്. ശിരസിൽ നിന്നാണ് ഈ പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ശിരസിനോട് ബന്ധപ്പെട്ടിരിക്കണം. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ക്രിസ്തു രാജാവാണെന്നുള്ള കാര്യം കൂടാണ്. സങ്കീർത്തനം 2:6 ഇങ്ങനെ പറയുന്നു, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്തു. എൻ്റെ രാജാവെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. സിയോനിൽ എൻ്റെ രാജാവിനെ സ്ഥാപിച്ചത് ഞാനാണെന്ന് ദൈവത്തിൻ്റെ വാക്ക്. ഈ തലയും ശരീരവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. തലയില്ലാതെ ശരീരത്തിന് ജീവനുണ്ടോ? ജീവനേ ഇല്ല. അതാണ് ഈ തലയുമായി ബന്ധപ്പെട്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. 23-ാം വാക്യം 1-ാം അധ്യായം തീരുകയാണ്. ഇനി എഫെസ്യർ 2-ാം അധ്യായത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. വിജാതിയർക്കും യഹൂദർക്കും ക്രിസ്തു എപ്രകാരമാണ് പ്രയോജനഭവിച്ചത് എന്ന രഹസ്യം ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വിജാതിയർക്കും യഹൂദർക്കും ക്രിസ്തു പ്രയോജനപ്പെട്ടു. ഒരു രഹസ്യമാണത്, അതിവിടെ വിവരിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിട്ടുള്ള ധൂർത്തപുത്രൻ്റെ ഉപമ, ഈ അധ്യായം ഇത് തമ്മിൽ ചില സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയെന്ന് പറഞ്ഞാൽ ഇളയ മകൻ പിതാവിനെ വിട്ടു പോയല്ലോ, ധൂർത്തടിച്ച് ജീവിച്ചു, പിന്നെ തിരിച്ചു വന്ന് അനുദവിച്ച് തിരിച്ചു വന്ന് പുത്രനായിട്ട് പിതാവ് സ്വീകരിക്കുന്ന ആ ഒരു യേശു പറഞ്ഞ ആ ഒരു ഉപമ. ഇവിടെ വിജാതിയർ തള്ളപ്പെട്ടിരിക്കുകയാണ്. വിജാതിയരെ ആൾക്കാർ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് വരുന്നു. ദൈവം കരുണാമയനാണ്. അവനെ സ്വീകരിച്ച് യഹൂദരെയും വിജാതിയരെയും ബന്ധിപ്പിച്ച് ഒന്നാക്കി തീർക്കുന്ന ഒരു അനുഭവം. അതാണ് ഈ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു സാമ്യമുണ്ട്. ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. എഫെസോസിൽ നമ്മൾ കാണുന്നു കരുണാസമ്പന്നനായ ഒരു ദൈവത്തെ, വാക്യം 4. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, വാക്യം 20. 15-ാം അധ്യായം. എഫെസോസിൽ നിങ്ങൾ മൃതരായിരുന്നു, വാക്യം 1. നമ്മെ ജീവിപ്പിച്ചു, വാക്യം 5. എഫെസോസിൽ ലൂക്കോസിൽ പറയുന്നു, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ലൂക്ക 15:24-25. എഫെസോസിൽ പറയുന്നു, വാക്യം 13, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു, വാക്യം 13. ലൂക്കോസിൽ ഇളയ മകൻ ദൂരദേശത്തേക്ക് പോയി, അതും വാക്യം 13 തന്നെയാണ്.
എഫേസോസിൽ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് നമ്മളെല്ലാം. വാക്യം 19. ലൂക്കോസിലെ ഇളയ മകനെ സ്വീകരിച്ചിരിക്കുന്നത് മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുന്നു, മോതിരം നൽകുന്നു, കുടുംബത്തിൻ്റെ അംഗമായിട്ട് വീണ്ടെടുക്കുന്നു. വാക്യം 22. യഹൂദരെയും വിജാതിരെയും അനുരഞ്ജിപ്പിക്കുകയും സഭയിൽ പുതുമനുഷ്യരായി ഉൾച്ചേർക്കുകയും ചെയ്തു. എഫേസോസിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പിതാവ് മൂത്ത മകനെയും ഇളയ മകനെയും ഇണക്കി ചേർക്കുന്നു. വാക്യം 28-32. ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ പ്രവർത്തനവും മനുഷ്യൻ്റെ ബലഹീനതയും തമ്മിലുള്ള ഒരു സൂക്ഷ്മ വ്യത്യാസം ഈ അധ്യായത്തിൽ 2 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അധ്യായത്തിൽ 2 അധ്യായത്തിൽ ദൈവശാസ്ത്രം വിവരിച്ചിരിക്കുകയാണ്. അത് കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം മുടിയനായ പുത്രൻ്റെ ഉപമ. അപ്പോൾ ഒരു ദൈവശാസ്ത്രം കഥാരൂപത്തിലാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. തിരിച്ചിങ്ങനെ നമുക്ക് പറയാം, കഥാരൂപത്തിൽ യേശു ധൂർത്തപുത്രൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ദൈവശാസ്ത്രപരമായ വിവരണമാണ് എഫേസോസ് 2 അധ്യായത്തിൽ പൗലോസ് കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2-1 വാക്യം, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നുള്ള വാക്ക് അത് വിജാതിരെ സൂചിപ്പിക്കുന്നതാണ്. മരണമെന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന ആത്മീയ മരണത്തെക്കുറിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമർ 7:24 പൗലോസ് തന്നെ പറയുന്നു, ഞാൻ ദുർഭഗനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? കൊളോസോസ് 2:13 പൗലോസ് പറയുന്നു, നിങ്ങൾ പരിച്ഛേദന നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടി ജയിപ്പിക്കുകയും എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. അപരാധങ്ങളും പാപങ്ങളും എന്നുള്ളത് അതിലെ ഗ്രീക്ക് വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് പരപ്റ്റോമ, ഹമർഷ്യ എന്നീ വാക്കുകളാണ്. പരപ്റ്റോമ എന്ന് പറഞ്ഞാൽ പിടി വിട്ട് പോകുക, വഴുതി പോകുക, വഴി തെറ്റുക എന്നല്ല പരപ്റ്റോമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫലത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഹമർഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഉന്നം തെറ്റുക എന്ന് തന്നെയാണ്. അമ്പ് ലക്ഷ്യം തെറ്റിപ്പോകുന്നു. ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. മൃതരായിരുന്നു നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മരണത്തേക്കാൾ വഷളായിട്ടൊന്നും സംഭവിക്കുവാനില്ല. വിശുദ്ധ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ മരണത്തിന് ഒരു പ്രത്യേക അർത്ഥം നമുക്ക് ലഭിക്കുന്നത്. നാം ശ്വസിക്കുന്നില്ലെന്നോ ചലനമറ്റ ശരീരമാണ് നമുക്ക് ഉള്ളതെന്നോ ഒന്നുമല്ല ഈ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഇവിടുത്തെ അർത്ഥം. ജീവശാസ്ത്രപരമായി നമ്മൾ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ മരിച്ചിട്ടില്ല. മരിച്ചവരോടല്ലല്ലോ, ജീവശാസ്ത്രപരമായി ജീവിച്ചിരിക്കുന്നവരോടാണല്ലോ പൗലോസ് ഇതൊക്കെ പറയുന്നതും തന്നെ. മരിച്ച ഒരാളിന് തൊട്ടടുത്തിരിക്കുന്ന സുഗന്ധം പരത്തുന്ന ആ പൂവിൻ്റെ മണം അവന് അറിയത്തില്ല. അതുപോലെ പാപത്തിൽ മരിച്ചവന് ആത്മീയ കാര്യങ്ങളിൽ തൽപരരാകുവാൻ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, നിത്യമായ യാഥാർത്ഥ്യങ്ങളിൽ താല്പര്യം കാണിക്കുവാൻ അവന് കഴിവില്ല. ആ കഴിവ് അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ സ്ഥിതി അതാണ്. പാപത്തിൽ മരിച്ചതിനാലാണ് ധാർമ്മികതയെക്കുറിച്ച് ലോകത്തിന് ചിന്തയില്ലാത്തത്. നമ്മൾ പാപത്തിൽ അങ്ങ് ആയിരിക്കുകയാണ്, അങ്ങനെ അങ്ങ് മരിച്ചിരിക്കുകയാണ്.
നമുക്ക് ഈ നിത്യജീവനെക്കുറിച്ചോ മറ്റൊന്നും ചിന്തിക്കാൻ സാധിക്കാതെ വരുന്നു. ആത്മീയ മരണമാണ് ആദത്തിനും ഹവ്വായ്ക്കും ലഭിച്ചത്. പഴം തിന്നുടനെ അവർ ജീവശാസ്ത്രപരമായ രീതിയിൽ മരിക്കുകയല്ല, ഒരു ആത്മീയ മരണം അവർക്കുണ്ടായി. ഉൽപ്പത്തി 2:17 നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും, ഈ അർത്ഥത്തിലാണ്. സുഭാഷിതങ്ങൾ 8:36 പറയുന്നു, എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു, എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 18:20 പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക, പുത്രൻ പിതാവിൻ്റെ തിന്മയ്ക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മയ്ക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമനുസരിച്ചായിരിക്കും അവരവർക്ക് കിട്ടുന്നത് എന്ന്. ആത്മീയ പുനരുത്ഥാനം എങ്ങനെ നടക്കും എന്നിവിടെ നമ്മൾ അറിയണമല്ലോ. റോമർ 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ദൈവം തന്നെയാണ് നമുക്ക് ആ പുനർജീവൻ തരുന്നത്, പരിശുദ്ധാത്മാവിനാൽ തരുന്നു എന്നർത്ഥം. നമ്മൾ അനുദപിക്കുവാണെങ്കിൽ നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടും. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പാപങ്ങൾ ക്ഷമിക്കുന്നു, ദേശം സമ്പുഷ്ടമാക്കി തരുന്നു. അനുദപിക്കുന്നവരുടെ കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പാപത്തിന് ക്ഷമ ലഭിക്കും. യെശയ്യാ 55:7 പറയുന്നു, ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതിയും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. അടുത്തൊരു കാര്യം, അനുദപിക്കുന്നവർക്ക് ജീവൻ ലഭിക്കും. എസെക്കിയേൽ 18:21 പറയുന്നു, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായിട്ടും ജീവിക്കും, മരിക്കുകയില്ല. നാലാമത്തെ ഒരു കാര്യം, ആശ്വാസം ലഭിക്കും. മത്തായി 5:4 വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്നവർ, അനുദപിച്ച് വിലപിക്കുന്നതിൻ്റെ കാര്യമാണ്. ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അഞ്ചാമത്തെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആറാമത്തെ ഒരു കാര്യം, മനം ഉരുകിയവരെ രക്ഷിക്കുന്നു ദൈവം. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഏഴാമത്തെ ഒരു കാര്യം, നമുക്ക് വല്ല ശിക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ അങ്ങ് പിൻവലിക്കും. ജോയേൽ പ്രവാചകൻ 2:13 നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവീൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. അനുതാപത്തിൻ്റെ ഒരു മാതൃകയാണ് നമുക്ക് ഈ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ, വലത്ത് ഭാഗത്തെ കള്ളൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിൽ ഒരു മനുഷ്യൻ അവൻ്റെ അനുതാപത്തിൻ്റെ ചില കാര്യങ്ങൾ, ആ അനുതാപത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, പാപിയായ തൻ്റെ കൂട്ടുകാരനെ അവൻ ശാസിച്ചു. നീയും ഈ കുറ്റമല്ല ചെയ്യുന്നത്, ശാസിച്ചു. തൻ്റെ പാപം ഏറ്റുപറഞ്ഞു.
അതുകൊണ്ട് അനുതപിക്കുന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാപം ദൈവം മുൻപാകെ ഏറ്റുപറയണം. 3, ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇവനോ ഒരു പാപവും ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെക്കുറിച്ചൊരു സാക്ഷ്യം നമ്മൾ പറയണം. 4-ാമത്തെ കാര്യം, അത്ഭുതമാർന്ന വിശ്വാസം പ്രകടിപ്പിച്ചു. വലിയൊരു വിശ്വാസമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇതാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5-ാമത്തെ കാര്യം, ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിച്ചു. എൻ്റെ കർത്താവേ, യഹോവയെ വിളിക്കുന്ന വാക്ക എൻ്റെ കർത്താവേ. തോമസ് അപ്പോസ്തലൻ വിളിച്ചില്ലേ, എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമേ. എൻ്റെ കർത്താവേ എന്ന് യേശുവിനെ, മരണത്തോട് അടുത്ത് ക്രൂശിൽ ഇങ്ങനെ കൈകൾ വിരിച്ച് തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കി ഈ കള്ളൻ വിളിച്ച് പറയുക, എൻ്റെ കർത്താവേ. അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ്. പലർക്കും അത് തോന്നത്തില്ല. എൻ്റെ കർത്താവേ എന്ന് ഇപ്പോൾ തന്നെ മരിക്കാൻ തുടങ്ങുന്ന യേശുവിനെ നോക്കി അവൻ വിളിക്കുക, എൻ്റെ കർത്താവേ. അവൻ മാതൃകാപരമായ ഒരു പ്രാർത്ഥന നടത്തി, എന്നെയും ഓർക്കണമേ എന്ന്. ഒരു കാര്യം നമുക്കവിടെ കാണാം, പ്രാർത്ഥനയ്ക്ക് തൽക്ഷണം മറുപടി കിട്ടി. ഇന്ന് തന്നെ എൻ്റെ കൂടെ പർദീസയിൽ ആയിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 23:43 യേശു അവനോട് പറഞ്ഞില്ലേ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കും. നിനവെ നിവാസികളെക്കുറിച്ച് നമുക്കറിയാം. അവരനുതപിച്ചപ്പോൾ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു. രാജാവ് പോലും സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രമൊക്കെ മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറഞ്ഞ പത്രോസ് അങ്ങ് ചെയ്തു. പക്ഷേ പിന്നീട് യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി അവന് അനുതാപമുണ്ടായി. അവനെയാണ് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ആ പത്രോസിനെയാണ് യേശു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിയമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അനുതാപത്തിൻ്റെ അതിൽ നിന്ന് സംഭവിക്കുന്ന ആ ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചത് എഫേസ്യോസ് 1:19 മുതൽ 2:1 വരെയാണ്. യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ഒക്കെ നാം ധ്യാനിച്ചു. യേശുക്രിസ്തു സകലത്തിൻ്റെയും മുമ്പനാണെന്ന് നമ്മൾ കണ്ടു. ക്രിസ്തു സഭയുടെ തലയാണ് എന്ന് നാം കണ്ടു. ദൂതപുത്രൻ്റെ ഉപമയും 2-ാം അധ്യായത്തിൻ്റെ ആ സാമ്യവും നമ്മൾ മനസ്സിലാക്കി. മരണത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ പഠിച്ചു. അനുതപിക്കുന്നവർക്ക് ചില വാഗ്ദാനങ്ങളുണ്ടെന്നും അത് നമ്മൾ കണ്ടു. അനുതപിച്ച് ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത 126-ാം എപ്പിസോഡിൽ എഫേസ്യോസ് 2:2 മുതൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. അവൻ്റെ ചൈതന്യം, അവൻ്റെ വാസം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.